പ്രണയസഖി ഭാഗം 23. വേണ്ട, ഇവിടെ ഇരുന്നോ, ഇല്ലെങ്കിൽ ഇരുട്ടിൽ വല്ലയിടത്തും തട്ടി വീഴും. ഒരു കണക്കിന് അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൻ പുറത്തേക്കിറങ്ങി. പുറത്ത് ഇലക്ട്രിസിറ്റി ബോക്സിൽ വന്ന് നോക്കുമ്പോൾ MCBയുടെ സ്വിച്ച് ഓഫാണ്. ഇതെങ്ങനെ ഓഫായി? വോൾട്ടേജ് പ്രോബ്ലം ഉണ്ടായി കാണും എന്ന് ചിന്തിച്ച് അവനത് ഓണാക്കി. ഇൻവെർട്ടർ വന്ന് നോക്കുമ്പോൾ അതും ഓഫാണ്. അതിൻ്റെ വയറ് ആരോ ഊരി വച്ചിരിക്കുന്നു. അതുകൂടി കണ്ടതും ഇതെല്ലാം ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ സോഫയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്തായി വന്നിരുന്നതും അവൾ വീണ്ടും അവനിലേക്ക് തന്നെ ചേർന്നിരുന്നു. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. മുഖമാകെ വീർത്ത് ചുവന്നിരിക്കുന്നു. ശരീരത്തിന് ഇപ്പോഴും വിറയലുണ്ട്. ഇത്രയും പേടിച്ചു പോയോ അവള്? അവൻ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് ചിന്തിച്ചു. അവൾ ഒന്നുകൂടി അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. എന്താടാ, എന്തുപറ്റി? പേടിച്ചോ? അവൻ അരുമയായി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നിറഞ്ഞു വന്നു. ആരോ വന്നു ദേവേട്ടാ, എന്നെ കയറി പിടിച്ചു. അവൾ അടഞ്ഞ ശബ്ദത്തിൽ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ശിവയുടെ കണ്ണുകൾ അതുകൂടി കേട്ടതും ഒന്നുകൂടി ചുവന്നു വന്നു. അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇവിടെ വരെ വന്നായോ നിന്റെ പണി? അതോ എൻ്റെ പെണ്ണിനെ? അവൻ്റെ കടപ്പല്ലൊന്ന് ഞെരിഞ്ഞു ആ ഓർമ്മയിൽ. അവൻ തൻ്റെ അരികിലായിരിക്കുന്നവളെ ഒന്ന് നോക്കി. ഭയം കാരണമാകണം, ആകെ വിളറിയിരിക്കുന്നു അവളുടെ മുഖം ആകെ. വർണ്ണ, എന്താ പറ്റിയത്? ഡോർ ലോക്ക് ചെയ്തില്ലേ താൻ? സൗമ്യമായിട്ടാണ് അവനത് അവളോട് ചോദിച്ചത്. പക്ഷേ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചിരിക്കുകയാണ്. അവൾ മറുപടിയൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവൻ അവളുടെ മുഖം തന്നിൽ നിന്ന് അടർത്തി മാറ്റി നോക്കുമ്പോൾ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അത് കണ്ട് അവന് ചിരി വന്നു. ഇത്ര നേരം പേടിച്ചിരുന്നവളാണ്, എന്നിട്ടിതാ ഇപ്പോൾ പോത്ത് പോലെ കിടന്നുറങ്ങിക്കളഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണ്. 1000 പേരുണ്ടെന്ന് പറഞ്ഞാലും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, തന്നെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല. ശിവ ഒരു നിമിഷം അവൻ്റെ അമ്മയെ ഓർത്തുപോയി. എത്ര വലിയ പ്രശ്നം തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയാൽ ഒന്നും അറിയില്ല. സ്വസ്ഥമായിട്ട് അത്രയും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. ഇത്ര നാളായിട്ടും ഒരിടത്ത് കിടന്നുറങ്ങിയിട്ടും അമ്മയുടെ മടിയിൽ കിടക്കുന്ന അത്ര സുഖം കിട്ടിയിട്ടില്ല. അമ്മയുടെ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു, കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. അവൻ അങ്ങനെ തന്നെ ഇരുന്നു. മനസ്സിൽ പലതും കണക്ക് കൂട്ടി. ഓരോരുത്തരുടെയും രൂപം മനസ്സിലേക്ക് കടന്നു വന്നു. എല്ലാം ചെയ്തത് ഒരാളാണെന്നറിയാം, പക്ഷേ അതാരാണെന്ന് കണ്ടുപിടിക്കണം. അവൻ മനസ്സിൽ ആലോചിച്ചു. നെഞ്ചിലേക്ക് മുഖമമർത്തി ഉറങ്ങുന്നവളെ ഒന്ന് നോക്കി. നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യെനിക്ക്, സ്നേഹിച്ചു പോയി. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ആദ്യ ചുംബനം. അതറിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകൾ ഉറക്കത്തിലും ഒന്ന് വിടർന്നു. അവളുടെ ചുണ്ടുകളിലെ ചിരി കണ്ടതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഫോൺ എടുത്ത് മിഥുൻ ഒരു മെസ്സേജ് ഇട്ടു. കുറച്ചു സമയം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. കരഞ്ഞു തളർന്നുറങ്ങുകയാണ് ആള്. അവൻ അവളുടെ മുഖമാകെ ഒന്ന് കണ്ണോടിച്ചു. ആദ്യമായിട്ടാണ് അവളുടെ മുഖം ഇത്രയും അടുത്ത് കാണുന്നത്. നിഷ്കളങ്കമായി കിടന്നുറങ്ങുകയാണ് അവള്. പക്ഷേ പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ അവളുടെ ചുണ്ടിനരികിലേക്ക് പോയത്. അവിടെയായിട്ട് ഒരു ചെറിയ മറുക്. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു മറുക് അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിയവന്. അവൻ ആ മറുകിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി കുറേ നേരം. ഉഫ് ശിവ, എന്താ ഇത്? കൺട്രോൾ. കുറേ നേരം കഴിഞ്ഞതും അവൻ സ്വയം അവനോട് തന്നെ പറഞ്ഞ് അവളിൽ നിന്നും മുഖം തിരിച്ചു. അവൻ്റെ ശരീരം ഒന്ന് അനങ്ങിയതും അവൾ ചുണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലായി മുഖവിട്ടുരസി വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ ശിവ ഒന്നാകെ ഒന്ന് വിറച്ചുപോയി. അവനൊന്ന് ദീർഘശ്വാസം എടുത്തു വിട്ടു. അവളുടെ ഉറക്കം കണ്ടിട്ട് അവൻ അവളെ വിളിച്ചുണർത്താനും തോന്നിയില്ല. അങ്ങനെ തന്നെ അവളെ പൊക്കിയെടുത്തു. അവളുടെ മുറിയിൽ കിടത്താമെന്ന് കരുതിയെങ്കിലും ഇനി വല്ലതും കണ്ട് പേടിച്ചാലോ എന്ന് കരുതി അവൻ അവളുമായിട്ട് അവൻ്റെ മുറിയിലേക്ക് തന്നെ വന്ന് അവിടെ കിടത്തി. ശേഷം വാതിലൊക്കെ അടച്ച് അവളുടെ അടുത്ത് വന്ന് കിടന്നു. ക്ഷീണം കാരണം അവനും അവളുടെ അരികിലേക്ക് കിടന്ന് അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. ഇരുട്ട് മൂടിയ ഒരു മുറി. അവിടെ കൈകാലുകൾ ബന്ധിച്ച് ഒരു കസേരയിലായി കെട്ടിയിട്ടിരിക്കുകയാണ് ശിവയെ. പെട്ടെന്ന് തന്നെ കറുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ആരോ ഒരാൾ അവൻ്റെ അരികിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ ചുറ്റിക പോലെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട ശിവ. അത് പറഞ്ഞ് അയാൾ ചുറ്റിക എടുത്ത് ശിവയുടെ തലയിലായി ആഞ്ഞടിച്ചു. ദേവേട്ടാ! ഉറക്കത്തിലായിരുന്ന വർണ്ണ ഞെട്ടി എഴുന്നേറ്റു. അവളുടെ വിളി കേട്ടിട്ടെന്നോണം അവനും വേഗം തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയതുപോലെ എഴുന്നേറ്റിരുന്നു. എന്തു പറ്റി? ഉറക്കം തെളിയാത്ത ശബ്ദത്തിൽ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നേരെ തിരിഞ്ഞ് അവനെ മുഴുവനായിട്ടൊന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ ദേവേട്ടാ. അത് പറഞ്ഞ് അവൾ അവൻ്റെ തലയിലും മുഖത്തുമൊക്കെ തൊട്ട് നോക്കി. ഞാൻ പേടിച്ചു പോയി.
അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർണ്ണ, അവൻ തൻ്റെ മുഖത്ത് ആകെ തൊട്ടു നോക്കുന്ന അവളുടെ കൈകൾ പിടിച്ചു വെച്ചു. എന്തുപറ്റി? സ്വപ്നം കണ്ടോ? അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എനിക്കൊന്നുമില്ല, ഉറങ്ങാൻ നോക്ക്, ഒന്നും ഓർക്കണ്ട. ഇനി അതിനെക്കുറിച്ച് ചോദിച്ചാൽ വീണ്ടും അത് തന്നെ ഓർത്തിരിക്കും. അതുകൊണ്ട് അവൻ സ്വപ്നം കണ്ടതിനെക്കുറിച്ച് ഒന്നും അവളോട് ചോദിക്കാൻ നിന്നില്ല. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം ഞെട്ടലോടെ നോക്കുമ്പോഴാണ് അത് അവൻ്റെ മുറിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ വീണ്ടും അവനെ ഒന്ന് നോക്കി. വെറുതെ നോക്കിയിരിക്കാതെ കിടക്കാൻ നോക്ക്, ഒന്നും ചിന്തിക്കണ്ട. അവൻ പറഞ്ഞതും കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ കട്ടിലിലേക്ക് കിടന്നു. അവൾക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്നത് അവൻ കൂടെയുള്ളപ്പോഴാണ്. കിടന്നിട്ടും അവൾക്ക് പിന്നെ ഉറക്കം വന്നില്ല. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ടു. അവൾ പതിയെ അവൻ്റെ കൈയുടെ മേലേക്ക് അവളുടെ കൈയെടുത്ത് വെച്ചു. അവനൊന്ന് ഞെട്ടിയെങ്കിലും കൈയെടുത്ത് മാറ്റാനൊന്നും പോയില്ല. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ശിവയാണ് ആദ്യം ഉണർന്നത്. നോക്കുമ്പോൾ രാത്രി രണ്ടരികിലായിട്ട് കിടന്നവർ രണ്ടും ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അവൾ അവനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. അവനും അവളെ ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രി ഉറക്കത്തിൽ കുറേ തവണ അവൾ ഞെട്ടുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചിണുങ്ങി ചിണുങ്ങിയാണ് കിടന്നിരുന്നത്. ഉറക്കം ശരിയായി കാണില്ല, ഇല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നവളാണ്. അവൻ ചിന്തിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. നെറ്റിയിൽ നേർമയായി എന്നും അവൾ സിന്ദൂരം തൊടും. അത് ചെറുതായിട്ട് കലർന്നു കിടക്കുന്നുണ്ട്. മുടിയും ആകെ കട്ടിലിൽ പടർന്നു കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവനൊരു വശ്യ സൗന്ദര്യം പോലെയാണ് തോന്നിയത്. കൂടുതൽ സമയം അവളെ അങ്ങനെ നോക്കിയിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ചിന്തിച്ച് അവൻ അവളെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റു. ശേഷം ഫോൺ എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ ഉറങ്ങുന്ന അവൻ്റെ മുറി പുറത്തു നിന്ന് പൂട്ടി. ശേഷം മുകളിലെ നിലയിലേക്ക് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ താഴേക്ക് വന്ന് ശബ്ദം ഉണ്ടാക്കാതെ മുറിയുടെ വാതിൽ തുറന്നു. അവൾ അപ്പോഴും സുഖമായിട്ട് കിടന്നുറക്കമാണ്. അവളെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് നടന്നു. ശേഷം അടുക്കളയിൽ കയറി ചായ വെച്ചു. കണ്ണിലേക്ക് സൂര്യപ്രകാശം വന്ന് തട്ടിയപ്പോഴാണ് വർണ്ണ ഉറക്കം ഉണർന്നത്. ഈർഷ്യയോടെ അവൾ കണ്ണുകൾ തുറന്നു. ശേഷം കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവളൊന്ന് മൂരി നിവർന്നു. പെട്ടെന്നാണ് അവൾ ആ മുറിയാകെ ശ്രദ്ധിക്കുന്നത്. ദേവേട്ടൻ്റെ മുറി. അവൾ ഞെട്ടലോടെ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി. ചുറ്റും ഒന്ന് നോക്കി. തലേ ദിവസത്തെ കാര്യങ്ങൾ അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. ദേവേട്ടൻ എവിടെ? മുറിയിലൊന്നും കാണാതെ വന്നതും അവൾ വാതിൽ തുറന്നു. ഹാളിലും അവനെ കാണുന്നില്ല. നോക്കുമ്പോൾ അടുക്കളയിൽ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്. അവൻ അവിടെ ഉണ്ടാകും. അവൾ മുറിയിൽ പോയി ആദ്യം മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞിട്ടാണ് അവൾ അടുക്കളയിലേക്ക് പോയി നോക്കാം എന്ന് കരുതിയത്. അടുക്കളയിൽ വാതിൽക്കൽ നിന്ന് നോക്കുമ്പോൾ അവൻ അടുക്കളയിൽ നിന്ന് എന്തോ കാര്യമായ ജോലിയിലാണ്. അവൾ ഒന്നുകൂടി അവിടെ നിന്ന് തന്നെ എത്തി നോക്കി. പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ കറി ഉണ്ടാക്കുന്നതിൻ്റെ നല്ല മണവും വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചിന്തിച്ച് അവൾ അകത്തേക്ക് കയറി. അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് അവൾക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നത്. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. ഇന്നലെ താനെടുത്ത ചപ്പാത്തിക്കോല് ഇപ്പോഴും താഴെ കിടക്കുന്നുണ്ട്. അതെ, ഇന്നലെ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നിമിഷം അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്തോ ചെയ്ത് തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് അനങ്ങാതെ നിൽക്കുന്നവളെയാണ്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. വർണ്ണ. പക്ഷേ അതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൻ വിളിച്ചപ്പോൾ മാത്രമാണ് അവൾ അവനെ ശ്രദ്ധിച്ചത്. ഞെട്ടലോടെ അവൾ അവനെ നോക്കി. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഓക്കെ? ഗൗരവത്തോടെ അവൻ അവളോട് ചോദിച്ചു. അതിന് അവൾ വെറുതെ തലയാട്ടി കൊടുത്തു. താൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു കഴിഞ്ഞിട്ടിരുന്ന് കഴിക്കാം. അവൻ പറഞ്ഞതും അവൾ പുറത്തേക്ക് നടന്നു. പക്ഷേ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. കുളിച്ചു കഴിഞ്ഞ് വന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചതും. ഭക്ഷണം കഴിക്കുമ്പോഴും വർണ്ണയാകെ മൂഡ് ഓഫ് ആയിരുന്നു. ശിവ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. വർണ്ണ. ഏതോ ലോകത്തെന്ന പോലെ ഇരുന്ന് പ്ലേറ്റിൽ വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നവളെ ശിവ ഗൗരവത്തോടെ വിളിച്ചു. അവൾ അവനെ നോക്കി. താനിത് എന്ത് ചിന്തിച്ചിരിക്കുവാണ്? ഫുഡ് കഴിക്ക്. അല്പം ഗൗരവത്തിൽ തന്നെ അവൻ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞതും അവൾ കുറച്ചുകൂടെ എണ്ണിപ്പിറക്കി എന്തൊക്കെയോ കഴിച്ചു. ശേഷം മതിയാക്കി എഴുന്നേറ്റു. അവനത് കണ്ടിട്ടും അവളെ ഒന്നും പറയാൻ പോയില്ല. കാരണം അവളുടെ മനസ്സ് ശരിയല്ല എന്നവന് മനസ്സിലായി. കഴിച്ചു കഴിഞ്ഞ പാത്രമൊക്കെ കഴുകി വന്ന് അവൾ സോഫയിലായിട്ടിരുന്നു. അവളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോഫ ചെയറിൽ അവനും വന്നിരുന്നു. അവൾ അവനെ തന്നെ നോക്കി. അവനും അവളുടെ നേരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇന്നലെ എന്താ ഉണ്ടായത്? അവളുടെ കണ്ണിലേക്ക് നോക്കിയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. പറയ്. ഞാൻ പുറത്ത് തുണി ഉണങ്ങാനിട്ടിരുന്നു. പക്ഷേ എടുക്കാൻ വൈകിപ്പോയി. മഴക്കാറ് കണ്ടപ്പോഴാണ് തുണി എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. അപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കൂടെ മഴക്കാറും. തുണിയെല്ലാം അഴയിൽ നിന്നെടുത്ത് അകത്തുകൊണ്ട് വന്ന് വെച്ചു.
അത് കഴിഞ്ഞ് അടുക്കളവാതിൽ അടയ്ക്കാൻ പോയതാണ്. പക്ഷേ അടുക്കളയിലെത്തിയപ്പോൾ തന്നെ കറണ്ട് പോയി. മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ആരോ അകത്തേക്ക് കയറുന്നത് പോലെ തോന്നി. അത് പറയുമ്പോൾ തന്നെ അവളിൽ ഭയം ഉരുണ്ടുകൂടി. അവളുടെ ഓർമ്മ ആ നേരത്തേക്ക് പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.